റോട്ടിൽ വിരിക്കുന്ന കട്ട വിരിക്കാനായിട്ട് അവർ വന്നിരിക്കുകയാണ്. അതിന്റെ വേര് പറിച്ചു കഴിഞ്ഞാലാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ടൈലിടാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ 6 സഹോദരങ്ങളുടെ വീഡിയോ ഫസ്റ്റ് എടുത്തത്. ചെറിയേട്ടന്റെയും ചിരകാല അഭിലാഷമാണ്. നോട്ടിട്ട് അവിടെ വരെ ഇടാനായിട്ട് 2 ലക്ഷം രൂപയാണ് ചെലവ്. 1.5 ലക്ഷം ഇപ്പൊ ഒരാളെന്നപ്പോ പറഞ്ഞതല്ലേ. മഹാഗണികള് ആരും തന്നെ വീട്ട് പറമ്പിൽ വെക്കരുത്. ഇപ്പൊ വെണ്ടകളെ നിങ്ങൾ എന്നോട് മാപ്പ് തരൂ, കോവക്കായ ക്ഷമിക്കേട്ട നമ്മളോട്. ഇപ്പോഴാണ് ഈ റോഡിന്റെ വീതി നമ്മൾ മനസ്സിലാവുന്നത്. എന്തൊരു വീതിയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് നമ്മുടെ വീടിൻ്റെ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഫ്രണ്ടിലത്തെ ഗേറ്റാണ് കേട്ടോ. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ 6 സഹോദരങ്ങളുടെ വീഡിയോ ഫസ്റ്റ് എടുത്തത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ജീവിതത്തിലത്തെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു സംഭവം നടക്കാൻ പോവാണ്. മഴ പെയ്യുമ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കുള്ള വഴിയാണ്. ഇവിടെ നോട്ടിട്ട് അങ്ങോട്ട് ഒരു 250 മീറ്റർ നീളത്തിൽ നമ്മുടെ വീടിൻ്റെ അവിടെ വരെ വഴിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാവും. വെള്ളക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഇത്രയ്ക്ക് വരത്തിൽ വെള്ളം വരും. പിന്നെ അത് മഴ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലൂടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, അതിലങ്ങനെ വെള്ളം വാർന്നു പോകും. അങ്ങനെയാണ് സ്ഥിരം കാണുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ ഇവ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ശല്യം കൊണ്ടിടും. ഒരു കാര്യമില്ല, ശല്യം കൊണ്ടിട്ട് കുറേ കഴിയുമ്പോൾ ഈ ശല്യം അങ്ങോട്ട് നീങ്ങി ആ വെള്ളത്തിൻ്റെ ഒപ്പം കുറേ ഒലിച്ചു പോയി. അങ്ങനെ സ്ഥിരമായിട്ടൊരു കലാപരിപാടിയാണ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ടാറിനൊരു വന്ന് നോക്കി ഇവിടുന്ന് അവിടെ വരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ വന്നിട്ട് ഇങ്ങനെ ചെറിയ സ്ഥലം വരെ ഇങ്ങനെ വളഞ്ഞ് ടാറിടാനായിട്ട് വന്ന് നോക്കി. അപ്പോൾ ടാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ടാറിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല, കാരണം അത് നിൽക്കില്ല. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ടൈലിടാൻ തീരുമാനിച്ചു. ടൈലിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുള്ളൂ. അതായത് നമുക്ക് ധൈര്യമായിട്ട് ചെളിക്കെട്ടില്ലാണ്ട് വെള്ളം ഉണ്ടെങ്കിലും അതിന് മീതോടെ പെട്ടെന്നാണ്ട് വറ്റി പോവും. അങ്ങനെ പറഞ്ഞത് അവർ. അപ്പോൾ റോഡ് പണിയുന്ന റോട്ടിൽ വിരിക്കുന്ന കട്ട വിരിക്കാനായിട്ട് അവർ വന്നിരിക്കുകയാണ്. അവരെ പൊക്ലിൻ ദിപ്പനെ വന്ന് ഇറക്കി കഴിഞ്ഞു. ഇറക്കി കഴിഞ്ഞ് അവിടെ പണി തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളക്കെട്ട് വരില്ല. അതായത് ഇത് സ്വർണ്ണപ്പണി സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് വെള്ളക്കെട്ട് വരില്ല. ഇവിടുന്ന് അങ്ങോട്ട് ആകെ ചെളിയാണ്. നമുക്കിപ്പോൾ നടന്നു പോകുകയാണെങ്കിലും ഇവിടുന്ന് വരാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് അറിയാം, ചെളിയോടെ നമ്മുടെ വീട്ടിലേക്ക് അവിടേക്ക് എത്തണം. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് കുഴപ്പമില്ല, ഇവിടുന്ന് അങ്ങോട്ട് നല്ല സൂപ്പർ ഇതാണ്. അപ്പം ഞാൻ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2012 നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് വഴിയിൽ അവിടെ മഹാഗണികൾ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഗണികളുടെ മുറിച്ചുവിട്ട എല്ലാം മുറിച്ചു കഴിഞ്ഞതിൻ്റെ മുൻതലം മുറിച്ചു. അതിൻ്റെ വേരാണ് ഇത് കാണാണ്ട പണ്ട വേരുകൾ. നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോയിൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഈ വരിയായിട്ടിങ്ങനെ മഹാഗണികൾ വലുത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വഴിയാണിത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയ ഈ 12 അടി വലിയ വേര് 12 അടി ഗ്യാപ്പിൽ ഈ മഹാഗണികൾ അങ്ങനെ നമ്മുടെ അവിടെ മരിണ്ടായിരുന്നു. അതൊക്കെ മുറിച്ചു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേര് പറിച്ചു കഴിഞ്ഞാലാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ടൈലിടാൻ പറ്റുള്ളൂ. വേര് പറിക്കണമല്ലോ. അപ്പോൾ അവിടുന്ന് ഒരെണ്ണത്തിൻ്റെ വേര് പറിച്ചാണ് ഇതേ കട. ഇത്രയ്ക്ക് വലിപ്പുണ്ട് ഈ വേരുകൾ, ഭീകര വേരുകളാണ്. ഈ വേര് പറിച്ചില്ലെങ്കിൽ കാലക്രമേണ നമ്മുടെ ഈ ടൈലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേര് പറിച്ചില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇത് ദ്രവിക്കില്ല. അപ്പോൾ കുഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ ഈ സൈഡ് ഇങ്ങനെ മതിൽ ഇവരെ കെട്ടിയ കാരണം കുഴപ്പമില്ല. ഇവിടെയും തിണ്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ് ഇവർക്ക് ആക്കാനായിട്ട്. കാരണം നല്ല ഉയരത്തിൽ മണ്ണുണ്ട്, വെള്ളക്കെട്ടില്ല, അതിനെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട. ഇതിലത്തെ ഏറ്റവും വലിയ ഒരു വിഷമമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെച്ചിട്ടുള്ള ചെത്തികളാണ് ഇതൊക്കെ കേട്ടാ. മഴക്കാലമായി ഇപ്പോൾ കാട് പിടിച്ചു. ഇതൊക്കെ പുല്ല്. ഞാൻ ഈ അണ്ണനെ ഞാനും കൂടി ഇന്ന് പണിതിട്ട് ഇവിടെ വഴി വെടുപ്പാക്കാന്ന് വിചാരിക്കുക. പെട്ടെന്നാണ് നമ്മൾക്ക് കുറച്ച് കാശ് ചിലവായാലും വേണ്ടില്ല, നമുക്ക് വഴി ടൈലിടാന്നൊരു വെറുതെ തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വിട്ടിട്ട് അവിടെ വരെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെറിയനോട് സംസാരിച്ചു, ഈ നമുക്ക് മൊത്തം ഇങ്ങനെ വഴി നമ്മളെന്തായാലും ഇവിടുന്ന് ഇടുന്നുണ്ട്. ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് വിട്ടിട്ട് അവിടെ വരെ ഇടാനായിട്ട് 2 ലക്ഷം രൂപയാണ് ചിലവ്. നമ്മുടെ ഗേറ്റ് വരെ ഇടാനായിട്ട് 2 ലക്ഷം രൂപയാണ് ചിലവ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എല്ലാവരോടും ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊത്തം എല്ലാവരും കൂടി ടൈലിടാൻ തീരുമാനിച്ചു. ഇതിവിടെ മാത്രമല്ല, എങ്ങനെയാണ് പോയിട്ട് നോക്കിയാൽ പിന്നെ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലൂടെ വളഞ്ഞിട്ട് അവിടേക്ക് വരണം.
അപ്പോൾ ടൈലിടാനായിട്ട് നമുക്ക് ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 84 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ടൈലിടാനായിട്ട്. പിന്നെ ഈ ചെത്തിക്ക് പകരം നമുക്കിവിടെ വളരെ മനോഹരമായിട്ട് കുഞ്ഞിയ ചെത്തികൾ വെച്ചിട്ട് നല്ല ഭംഗിയാക്കാൻ പറ്റും. ടൈലിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിലാണ്ട് റേഞ്ച് മാറി. ഇപ്പോൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഒരു നാട്ടുവഴി 2 സൈഡ് ആകെ പുല്ലും കാടും പിടിച്ച് ഇതിൻ്റെ ഉള്ളിയോടെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുവഴിയോടെ അല്ലെങ്കിൽ ഒരു കാട്ടുവഴിയോടെ പോണ ഒരു പ്രതീതിയാണ് വരുന്നത്. ഇനിയിപ്പോൾ അത് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സംഗതി വളരെ മനോഹരമാവും, കൂടുതൽ ഭംഗിയാവും. നമുക്ക് ഈ ചെളികൊട്ടയോട് വരില്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വണ്ടികൾ വരാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് എത്ര വൃത്തിയാക്കിയാലും, കടപ്പയാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിട്ടുള്ളത്, കടപ്പ അങ്ങേരും ഇതിൽ ചെളിയോടെയാണല്ലോ വണ്ടികൾ വരുന്നത്. അപ്പോൾ അവിടുത്തെ ചെളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും നിൽക്കില്ലേ, എപ്പോഴും വീടിൻ്റെ മുറ്റത്തൊക്കെ ചെളിയിരിക്കും. എത്ര ഭംഗിയിൽ അടിച്ച് വാരിയാലും ഒന്നും കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ടൈലിടുമ്പോൾ ഒരു മനോഹരമാകും. നമുക്ക് അപ്പുറത്തേക്ക് പോവാം, ഇതിന് വണ്ടിയുടെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അത് കിടക്കട്ടെ. ഞങ്ങൾ കടപ്പ പറയ്ക്കുമ്പോൾ കല്ലിന് ഒരു ഇളക്കം വരും, അവിടെ അതിർത്തിയിൽ ഒരു കല്ലിന് ഇളക്കം വരും. അത് ഇനി ശരിയാക്കി ഈ കെട്ടുമ്പോൾ, അതായത് കല്ലിട്ട് വരുമ്പോൾ കെട്ടണം. അപ്പോൾ സരിത വരുന്നുണ്ട്. സരിതയ്ക്ക് ഇവിടുത്തെ വഴി ഭംഗിയാക്കണതിനെ കുറിച്ചിട്ട് സരിതയുടെ അഭിപ്രായം ഞാൻ പറയായിരുന്നേ. നമ്മൾ എത്ര ഭംഗിയിൽ ഇവിടെ വീടിൻ്റെ മുറ്റം ശരിയാക്കിയാലും നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ വണ്ടികൾ വരില്ലേ, മിക്കവാറും ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരും. അപ്പോൾ അവരെ കാറുകളൊക്കെ വരുമ്പോഴായാലും മറ്റുള്ളവരെ വണ്ടികൾ വരികയാണെങ്കിലും നമ്മുടെ വണ്ടി വരികയാണെങ്കിലും ഈ മണ്ണിയോടെ ഈ ചെളിയോടെയാണ് വരുന്നത്. ചെളിയോടെ വരുമ്പോൾ ഈ മുറ്റത്ത് എങ്ങനെയും ടൈല് കടപ്പ എത്ര ഭംഗിയിലിട്ടാലും ചെളിയാവും. അപ്പോൾ അതിനൊരു മാറ്റം ഇതോടുകൂടി വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ വെടുപ്പൊക്കെ ഉണ്ട്. ഇതെന്താണെന്നറിയോ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു മൂലക്കല്ലായി കിടക്കുന്ന നമ്മുടെ ഷീറ്റ്. ഇതിലാണ് മണ്ണടിക്കുക, മണ്ണല്ല ഈ മണൽ. അതിപ്പോൾ ഇന്ന് എടുത്ത് മാറ്റാൻ പോവാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ പുല്ല് വെട്ടുന്നത്, പിന്നെ കുറേ ചപ്പുചവറുകൾ, ഇതൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ കൊണ്ടുവന്നിടാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. വീടിന്റെ ഫ്രണ്ട് നമ്മളുടെ അതിർത്തി കഴിഞ്ഞിട്ടുള്ള ഈ റോഡ് ശരിക്കും വേസ്റ്റ് ഇടാനാണ് നമ്മൾ ഉപയോഗിക്കണേ. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൈവ വേസ്റ്റ് കേട്ടോ, അല്ലാതെ പ്ലാസ്റ്റിക് സാധനങ്ങളല്ല. പുല്ല് വെട്ടണത്, ചവറ്, നമ്മുടെ കമ്പോസ്റ്റ് കുഴിക്കൊക്കെ ഒരു പരിധിയില്ലേ, കമ്പോസ്റ്റ് കുഴി നിറഞ്ഞ് തേട്ടിയിലോ കവിഞ്ഞു. അപ്പൊ ഇവിടെയും കുഴി ഉണ്ടാക്കിയാലും പിന്നെ അത് മാത്രമല്ല, അവർക്ക് അവിടെ നിന്ന് വിട്ടിട്ട് ഇവിടെ വരെ ചോന്ന് കൊണ്ടുവരുന്നുള്ള എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു അവിടെ കൊടുത്തിട്ടോളാൻ പറഞ്ഞു. പക്ഷെ പിന്നെ അവർക്ക് ഒരു എളുപ്പമായി കോട്ടയച്ചിട്ട് വേഗം പണി കഴിഞ്ഞോട്ടയച്ചിട്ട് അവിടെ കൊടുത്തിട്ടോളാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് അവിടെ ഈ കമ്പോസ്റ്റ് ഇത് കുറേ കഴിയുമ്പോൾ അമ്മരുമല്ലോ, അപ്പം പിന്നെ അയൽത്തി അമ്മരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതല്ല ചെളിയാവണതോ എന്തോന്നല്ല, റോഡ് നല്ലത് എന്നുള്ളത് ഒരു ആവശ്യം തന്നെയാണല്ലോ. ചെളിയാവണത് മാത്രമല്ല, അത് ഞാൻ പറഞ്ഞു. ഫ്രണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശക്തമായ ഒരു മഴ, ഒരു അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരൊറ്റ മഴ പെയ്താൽ മതി. കാരണം ഇപ്പുറത്ത് വീടുകളല്ലേ, സെൻട്രലത്തെ വഴി താന്നിട്ടല്ലേ എടുക്കണേ, അവിടെ വന്ന് വെള്ളം തൂങ്ങും. അപ്പം അതിൽ വെള്ളം കെട്ടിക്കും. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം മഴ പോയാൽ ആ വെള്ളം തോട്ടിലേക്ക് പോവും. പക്ഷെ പിന്നെ നമ്മള് നടക്കണത് ആ വെള്ളത്തിൽ കൂടെ അല്ലേ, അല്ലെങ്കിൽ പിന്നെ സജിന്റെ സ്ഥലത്തോടെ ഇപ്പുറത്തോടെ കയറി നടക്കണം. അപ്പൊ നമുക്ക് പുറമെന്നുള്ള ആളുകൾ വരുമ്പോഴും ഏരിയ നടക്കണ്ടേ, അല്ലെങ്കിൽ എല്ലാവരും ബൈക്കുമ്പിലോ അല്ലെങ്കിൽ കാറിലോ വരണമെന്നില്ലല്ലോ, നടന്നു വരുന്നവർ ഇഷ്ടം പോയിണ്ടല്ലോ. അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ മാറും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വഴി അവിടെ അവസാനിക്കില്ലേട്ടാ, അങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇതേ വഴി അവസാനിക്കുന്നത് ഇതേ ഇവിടെയാണ്, ചെറിയൻ്റെ സ്ഥലത്തിൻ്റെ അവിടെയാണ് അവസാനിക്കുന്നത്. കണ്ട ഇതൊക്കെ 13 അടി വീതിയിലുള്ള വഴിയാണ് കേട്ടോ. ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ബാച്ചുകളൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി കല്ലും കട്ടയും ഇതൊന്നും കൊണ്ടുവന്നിടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ 40 ഇവിടെ വരെയാണ് വഴി നമ്മുടെ കേട്ടാ. ഇത്രയ്ക്ക് ഇതിൽ ചെറിയേണ്ട സ്ഥലത്ത് എൻ്റെയാണ്, ഇവിടെയാണ് എൻ്റെ വരുന്നത്. അപ്പം മൊത്തത്തിൽ ഇതിലത്തെ ഇതിപ്പോൾ ബുദ്ധിമുട്ട് പിടിച്ച പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേര് പറക്കലാണ് ബുദ്ധിമുട്ട് പിടിച്ച പണി. ഞാൻ പുല്ലുകളില്ല, അവിടെ പൊളിച്ചിട്ടുള്ള വേസ്റ്റുകളാണ് ഇത് മുഴുവൻ. ഞാൻ പുല്ലും വേസ്റ്റും കൊണ്ടുവന്നിടാൻ പോണത് എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച്
ഈ ഇവിടെ കൊണ്ടുവരാനാണ് പോണത്. ഇതിൽ ഈ ഗ്യാപ്പിൽ കൊണ്ടുവരണം. പിന്നെ ആ മറ്റേ നമ്മുടെ ഇതിൽ ഇപ്പോൾ നമുക്കിപ്പോൾ അവിടെ കമ്പോസ്റ്റ് കുഴി കൊണ്ടുവരാൻ പറ്റില്ല, അതിൽ നിറഞ്ഞു തുടങ്ങി. ഇവിടെ ഇപ്പുറത്ത് നോക്കിയാൽ നമ്മൾ ഇന്നാള് തൂപ്പ് ഇറക്കിയത് മുഴുവൻ, ഈ തൂപ്പ് ഇറക്കിയത് മുഴുവൻ കൊണ്ടുവന്നിട്ട് വന്നത് ഇവിടെയാണ്. ഒക്കെ ജൈവ സാധനങ്ങളാണ് കേട്ടോ, അതായത് നിറച്ച് കൊണ്ടുവന്നിട്ട് വന്നത്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുടഞ്ഞിട്ടേ ഇത് ചുള്ളി കമ്പുകളായിട്ട് നമുക്ക് കത്തിക്കാമല്ലോ, അടിപൊളിയല്ല. അപ്പോൾ വിറക് മാത്രമായിട്ട് കണ്ട നോക്കിയാൽ കണ്ട ഇങ്ങനെ ബെസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നല്ല മുരുമുരാന്നിനെ കത്തിക്കുക, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ആ ഇത് മറ്റേ ഈ കോവക്കായരെ പന്തലെടുത്ത് മാറ്റണം. അപ്പോൾ ഇവിടെ കൊണ്ടില്ലെങ്കിൽ പിന്നെ അപ്പുറത്തിടാം, അങ്ങനെയാണ്. പിന്നെ ഇതൊക്കെ ജൈവ സാധനങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ കടയ്ക്ക് നോക്കിയാൽ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കട കണ്ട, ഇതിൻ്റെ കട നോക്കിയാൽ കടയുടെ വലിപ്പം കണ്ട, ഇത് ഇത്രയ്ക്ക് വലിപ്പമാണ്. ഇതിൻ്റെ കടയ്ക്ക് മുഴുവൻ കിടക്കുന്നത് ഈ ജൈവവളമാണ് ഫുള്ള്. അതിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ് ഇത്, അതിൻ്റെ തെളിവാണ് ഇത്. ഈ വലിയ വലിയ ഇത് ഫാഷൻ ഫ്രൂട്ടുകൾ നിറച്ചുണ്ടായി വേണ്ട, അതൊക്കെ നിറച്ചുണ്ടായി വേണ്ട, മുഴുവൻ ഉണ്ടായിക്കൊണ്ടത് ഇതിൻ്റെ ഗുണമാണ്. അല്ലാണ്ട് വേറെ ഒരു വളം ചേർക്കില്ല. സാധാരണ ഫാഷൻ ഫ്രൂട്ടിന് അധികം വളമൊന്നും വേണ്ട അല്ലേ, എങ്ങനെയും ഉണ്ടാവില്ല ഫാഷൻ ഫ്രൂട്ട്, എവിടെയെങ്കിലും ഉണ്ടാവും. അതിൽ വളം വല്ലാതെ കൊടുക്കൊന്നും വേണ്ട. പക്ഷെ അതൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ലേ, വളം തന്നെ വേണം കുറേ. ഫാഷൻ ഫ്രൂട്ടിനായാലും എന്തിനായാലും വളം ഇല്ലാണ്ടൊന്നും ശരിയാവില്ല. അപ്പം ഇനി അവരത് പറിക്കട്ടെ, പറിച്ച് റോഡ് നിരപ്പാക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പണി. ഇപ്പം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വണ്ടികളൊന്നും വരാൻ പറ്റില്ല, അത് ശരിയാക്കണ കാരണം. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഇവിടെ ചെളിയാവണതല്ല കേട്ടോ ഇതിന് കാരണം. നമുക്ക് വണ്ടി വരാനും ഇതിനേക്ക് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു നല്ല റോഡ് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. അല്ല, നല്ല ഇപ്പൊ നമ്മുടെ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് ആളുകൾ വരുമ്പോഴേ, ആദ്യമായിട്ട് വരുന്നവരെ നമ്മളിപ്പോ പുറത്തുനിന്ന് ഓട്ടോ വിളിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഊബറൊക്കെ വിളിച്ച് വരുമ്പോൾ ഈ ഗേറ്റ് കാണുമ്പോൾ അവർ വിചാരിക്കും ഗേറ്റിന്റെ ഉള്ളിൽ നമ്മുടെ വീട്, അപ്പൊ ഗേറ്റിന്റെ പുറത്ത് നിർത്തിയാൽ മതിയാന്നുള്ളതില്. അപ്പൊ ഞാൻ പറയും ഉള്ളിക്കെടുത്തോ അങ്ങോട്ട് അറ്റത്തേക്ക് പോക്കാം. അപ്പൊ ഒരു ഉള്ളി കയറുമ്പോ തന്നെ അവർക്ക് ഒരു സംശയ, ഇതെന്തൊരു സംഭവം ചോദിക്കും. അതായത് ഒരു വില്ല പ്രൊജക്റ്റ് ഒക്കെ പോലെ അങ്ങനത്തെ ഒരു നല്ല ഭംഗിയാണ് ഉള്ളിക്ക്, നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ. പക്ഷെ ആ ഭംഗി വീടുകളും വീടിന്റെ പരിസരവും എല്ലാവരും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഭംഗി മുഴുവൻ പോയി റോഡ്. അപ്പൊ എല്ലാ പ്രാവശ്യവും മഴക്കാലം വന്ന, വേനൽക്കാലം പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കടന്നു പോകും. നമ്മളുടെ കയ്യിൽ റോഡ് ഇപ്പൊ കാട് പിടിച്ചു. വർഷക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ചേട്ടൻ പറയും ഒരു ലോട്ടറി അടിച്ച് ഞാൻ എന്തൊരു ചെയ്യാന്നറിയാം, ആദ്യം തന്നെ ആ ഗേറ്റിന്റെ അവിടെ തൊട്ട് ഇവിടെ മൊത്തം റോഡ് ഞാൻ പണിയും ഒറ്റയ്ക്ക് ചെയ്ത. കാരണം എന്താ വെച്ചാൽ എന്തായാലും ഒരു 5 ലക്ഷത്തിന് മേലെ, 7.5 ലക്ഷം ഇപ്പൊ അവരളന്നപ്പോ പറഞ്ഞതല്ല, അതിന് മുന്നേ നമുക്ക് അറിയില്ല എത്രയൊന്നും. അപ്പൊ ഒരു 5-6 ലക്ഷം ഒക്കെ വരുമായിരിക്കും. അത്രയധികം പൈസ ഫുള്ള് നമുക്ക് ഒറ്റയ്ക്ക് എടുത്തിട്ട് ഇവിടെ റോഡ് ഇതാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഇപ്രാവശ്യം വിചാരിച്ചു നമുക്ക് റോഡ് വരുന്നത് പണിസ്ഥലം തൊട്ടിട്ട് ശരിക്കും നമ്മുടെ ഈ ഗേറ്റ് വരയ്ക്കാം, അവിടെ വരയ്ക്കുള്ള റോഡെങ്കിലും നമുക്ക് ശരിയാക്കാം. അപ്പം ബാക്കിയുള്ളവർ എന്തായാലും അപ്പം ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഇവർ വന്ന് നോക്കി, ഇവർ കംപ്ലീറ്റ് അളവെടുത്ത് 7.5 ലക്ഷം ചിലവാകും എന്നൊക്കെ പറഞ്ഞു. അപ്പം ചേട്ടൻ ചെറിയേട്ടനോട് പറഞ്ഞപ്പോഴാണ് അറിയണേ ചെറിയേട്ടൻ്റെയും ചിരകാല അഭിലാഷമാണ് റോഡ് ശരിയാക്കാന്നുള്ളതെന്ന്. ചെറിയേട്ടനെ കേട്ടപ്പോൾ എന്നെ ത്രില്ലടിച്ചു. ചെറിയേട്ടൻ പറയാ കാശൊന്നും ഒരു വിഷയമല്ല, നമുക്ക് ഈ റോഡ് എത്രയും വേഗം ശരിയാക്കണം. അപ്പൊ ചെറിയേട്ടനും അത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയേട്ടൻ അപ്പൊ തന്നെ സജീവനോടും ഷാൻചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവരും ഓക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ പണി അങ്ങനെ റോഡ് പണി സ്റ്റാർട്ട് ചെയ്യാണ്, ഓണായി. അപ്പൊ ഇനി ഇതിനെടുത്ത് മാറ്റാം. കാരണം ഇവൻ ഇവിടെ കിടന്നു കഴിഞ്ഞാലേ ഇതിന്റെ മോളിയോടെ ആ സാധനം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം നാശവും. ഇത് നാശമായി സാധനം കേട്ടോ. പക്ഷെ ഇത് മണ്ണും മണലും സരിത ഒരു സെക്കൻഡ് ഒന്ന് സരിത മണ്ണും മണലേ കൂടിച്ചേരാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് വലിക്കാൻ പറ്റുമോ നോക്കിയാൽ പ്രത്യേകിച്ച് ഇതൊപ്പം അത് ഇതിൻ്റെ മോളിയോടെ ഇങ്ങോട്ട് വലിക്കും. ഇതിൻ്റെ മോളിയോടെ ആ സാധനം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോവും. ഇനി ഒന്ന് കുറഞ്ഞാൽ മതി മടക്കിക്കാം. പിന്നെ വഴിയിൽ കുറച്ച് ഇരുമ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ വെള്ളി ഇതിൻ്റെയൊക്കെ വേസ്റ്റുണ്ട്, അതൊക്കെ മാറ്റി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ തരുത്. ഇത് അവിടെ കൊണ്ടുവന്നിടാം. കാരണം ഇത് മഴ കൊണ്ടിട്ടിട്ട് എല്ലാം പോയിക്കോട്ടെ, അല്ലെങ്കിൽ എന്നിട്ട് വേണം മടക്കി മോളി കൊണ്ടു നോക്കിയിരിക്കും. അവിടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം, വെള്ളം കൂടി മഴ പെയ്യുമ്പോ വെള്ളമല്ലേ, അല്ല വെള്ളം കൊണ്ട് ചെളി പോവാനാ. ചെളി പോട്ടെ. ഇനി അവിടെ കുറച്ച് ഇരുമ്പ് ഇത്യാദി വസ്തുക്കളുണ്ട്, അതൊക്കെ എടുത്തിട്ട് ആക്രിക്കാർക്ക് കൊടുക്കേണ്ട ടൈപ്പുള്ള സാധനങ്ങളാണ്. അല്ലാണ്ട് വേറെ ഇപ്പൊ അതൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയതല്ലേ. ആ ഇത് അല്ലേ, കണ്ട
ഇതൊക്കെ അന്ന് നമ്മുടെ ഈ മതിൽ പണിയില്ലേ, മതിൽ പണിക്ക് ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ എവിടെ കൊണ്ടൊക്കെയാ? ഇത് ഒന്ന് ഇതിൻ്റെ മണ്ണ് പോയിട്ട് മോളി കൊണ്ട് വയ്ക്കാം. ഒരു മഴ കിട്ടിയാൽ മതി. മഴ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വഴിയുടെ ഇത് ആവുന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ മുന്നേ ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു മഹാഗണിയുടെ ചില്ലൊടിഞ്ഞ് വീണ് നമ്മുടെ ഇത് വളഞ്ഞാണ്. നമ്മുടെ അപ്പുറത്തൊരു പന്തലുണ്ടായിരുന്നു. മഹാഗണികൾ ആരും തന്നെ പറമ്പിൽ വെക്കരുത്. ഞാൻ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത്. ഇത് നമ്മുടെ പച്ചക്കറി പന്തലിന് ഇതാടാ. അപ്പോൾ ഈ 2 മഹാഗണി ഉണ്ടോ നോക്കിയാൽ, ഇതുകൊണ്ട് ആകാശം മുട്ടിയാൽ പോവുക അവർ കേടാ. അപ്പം ഇതിൻ്റെ വേര് പറിക്കണ കാരണം ഇപ്പോൾ ഈ ആ ബുദ്ധിമുട്ട് വന്നത്. ഇതിങ്ങനെ ആകാശം മുട്ട പോവും. വെറും പറമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അരും കോക്കിനും കൊണ്ടിട്ട് തല വന്ന് വെട്ടിച്ചതാ ഇത്. പറഞ്ഞില്ലേ 10 രൂപ വരെ മഹാഗണി വെച്ചിട്ട് 10,000 വരെ പണി നമ്മൾ ചെയ്യേണ്ട ഗതികേട് വന്നു. അപ്പോൾ മഹാഗണി ഇനി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഇപ്പോൾ കുറേ കഴിയുമ്പോൾ ആ 3 മഹാഗണികളും ഒരു 4 മഹാഗണിയുടെ തൈ വാങ്ങിക്കാൻ പോയതാണ് ചേട്ടൻ. ഒരു വാങ്ങിച്ചോണെന്താ 60 എണ്ണം. ഞാൻ ചോദിച്ചു 60 എണ്ണം എവിടെ വെക്കാനാ? അതൊക്കെ ഞാൻ വെച്ചോളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സകല അരുഭാഗങ്ങളിലും അങ്ങനെ ഒക്കെ വെച്ചു. ബാക്കിൽ നിറച്ചു വെച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ റോട്ടിലും വെച്ചു. അതൊക്കെ അതിൻ്റെ അന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ പീസുകളാണ് കണ്ട, ചെറിയ ചെറിയ പീസുകൾ. ചേട്ടാ അത് വല്ല അതിലെങ്ങനെ ഇടായിരുന്നു? അവിടെ ഇടല്ലേ, പിന്നെ അവിടെ നിന്ന് പറക്കാൻ പാടാ. ആ മഴ കൊണ്ടിട്ട് അതിൽ മണ്ണൊന്ന് പോട്ടെ. എന്തെങ്കിലും ചാക്കിലെ വല്ല എന്തായാലും കൊടുക്കാണല്ലേ. കഴിഞ്ഞു. അല്ല അത് ഇത്തിരി 5-6 പീസുള്ള മറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാ. പിസറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാ. ഇതിപ്പോ ഇവിടെ എത്ര കാലം കെടുക്കാവും ഇങ്ങനെ ഈ പുല്ലില്? ഇനിയിപ്പോ ഈ സാധനങ്ങളാണ്. ഇത് മുരിങ്ങേര കടകളാണ്. ഇതൊക്കെ അവിടെ കൊണ്ടുവന്നിടാം. ഇതൊക്കെ ഈ മറ്റേ വളമായിട്ട് ജൈവ വളമായിട്ട് മാറുന്ന സാധനമാണ് മുരിങ്ങേര കടകളൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല. ഇനിയുടെ വല്ല കുന്തൊക്കെ ഉണ്ടോന്ന് നോട്ടെ. വല്ല ഇരുമ്പിൻ്റെ പീസുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കേട്ടാ. അങ്ങനത്തെ നമ്മുടെ കണ്ണിയപ്പെടാണ്ടേ കിടക്കുന്നത് ഉണ്ടാവുക. അന്ന് സുമേഷ് പണിതിട്ട് അതെ സുമേഷ്. ഇനിയിപ്പോൾ ആ സാധനം കൊണ്ട് നിരപ്പാക്കുമ്പോൾ നമുക്ക് അറിയുള്ളൂ കുറേ സാധനങ്ങൾ ഇനി എന്തിട്ട് താങ്ങിയുള്ളത്. ഒരു വഴി നന്നാക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. നമ്മള് വേസ്റ്റുകൾ കൊടുത്തപ്പോൾ ഇതെന്താ കൊടുക്കാഞ്ഞേ? ഇത് അവൻ പറഞ്ഞു ഇനിയും ഇവിടെ അത് പണിയണമല്ലോ, ഇതിൻ്റെയൊക്കെ അല്ല ചില പണികളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പീസുകൾ ആവശ്യം വരും പറഞ്ഞിട്ട് ഇവിടെ കിടന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അതൊക്കെ കൊടുത്തേനെ. ഇതിപ്പോൾ ആക്രിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവറ്റകൾ ഇതിങ്ങനെ ചാടി വീഴും. എന്നാച്ചാ അവരോട് പറയ്. അല്ലാണ്ട് ഇതിവിടെ നമുക്ക് ഈ സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ലേ. നമ്മുടെ ചെടിച്ചട്ടിയാ ചെറിയേട്ടൻ എടുത്തുകൊണ്ട് പോയി ബാക്കിയുള്ളതാ ചെടിച്ചട്ടി. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അല്ലറ ചില സാധനങ്ങളൊക്കെ. ഇനി 5-6 കട്ടയുണ്ട്, സിമെൻറ്റ് കട്ട കേട്ടാ. അത് നമ്മൾ മറ്റേ ഇത് പണിയാനായിട്ട് ബാക്കി വന്നതാ. മതിൽ പണിയാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ബാക്കി വന്നിട്ടുള്ള സാധനം. അത് കൈ കൊണ്ട് എടുക്കണേനേക്കാളും മുന്നൊന്ന് ഉഗ്ര പഴുതാരകളുണ്ട് കണ്ട. ഒരു 6 കട്ടയുണ്ട്. പാമ്പുണ്ടാവോ ഇതിൻ്റെ ഇടയിൽ? അതിനെ പറയണേ ഇല്ല. ഈ പാമ്പല്ല പല്ലി കണ്ട. അങ്ങനത്തെ ഇത് സാധനം മാറ്റി വയ്ക്കണം. കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ വെടുപ്പാക്കിക്കോളും. അവരോട് പകരം നോക്കി അവിടെ വരെ തീരാ കണ്ടാ. വേര് പറക്കലേ. ഇനിയിപ്പോൾ ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിടാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ വെണ്ടയൊക്കെ നശിപ്പിക്കാൻ പോകണം കണ്ട. ഇതുപോലൊക്കെ വെണ്ടയുണ്ട് കണ്ട. അതൊക്കെ നല്ല ലോങ്ങ വെണ്ടകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വെണ്ടകളെ നിങ്ങൾ എന്നോട് മാപ്പ് തരൂ കണ്ട. ഇതൊക്കെ പൂവാണ്. ഈ വെണ്ടയും പൂവാണ് കണ്ട. പൂവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ അടിപൊളി വെണ്ടയാണ് കണ്ട. ബെസ്റ്റ് വെണ്ടയെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഒടിയും. അപ്പോൾ ഇവിടെ ആ വേസ്റ്റുകൾ കൊണ്ടുവരാൻ പോവാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, ചപ്പ് ചവറാണ്. ഇതിന് വെച്ചിട്ടുള്ള ഇരുമ്പിൻ്റെ കാലുകളാണ്. പിന്നെ കോവയ്ക്കര പന്തൽ കളയാൻ പോവാണ്. നമ്മൾ വേറെ കോവയ്ക്ക ഇവിടെ നട്ടിട്ടുണ്ട് കണ്ട. ഇവിടെ കോവയ്ക്ക വേറെ നട്ടിട്ടുണ്ട് പകരം. ഞാനത് കണക്കാക്കിയിട്ട് തന്നെയാണ്. ഇവിടെ കോവക്കായി നട്ടിട്ടുണ്ട് കണ്ട. ഇത് അടിപൊളിയായി. കുറച്ച് കഴിഞ്ഞ് പൂവിട്ടിറങ്ങും. അപ്പോൾ ഈ കോവക്കായ്ക്ക് നമുക്ക് അന്തികുദാശ കൊടുക്കാം. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മൾ ആദ്യ സമയങ്ങളിൽ മാറ്റാറുണ്ടായിരുന്നു. ഇപ്പോൾ മാറ്റാറില്ല. അത് മാറ്റേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു 3 കൊല്ലം അതിൻ്റെ അവിടെ ഈ കോവയ്ക്കയുടെ കടകൾ കണ്ട. എത്ര വലിപ്പുള്ളത്. അതും മാറ്റാണ്. റോഡ് പണിയുടെ ഭാഗമായി
വഴിയില്ലാണ്ട് എന്തോരം പേര് വിഷമിക്കുന്നു. വീട്ടിലേക്ക് മര്യാദയ്ക്ക് ഒരു വണ്ടി കിടത്താനാ, അല്ലെങ്കിൽ ഇത് ചിലരൊക്കെ കണ്ടില്ലേ റോഡ് സൈഡിലാണ് വണ്ടി ഇട്ടിട്ട് വഴി ഇല്ലാണ്ട് നടന്ന് വീട്ടിലേക്ക് വരുന്നത്. നമ്മൾ ഒരു സമ്മാനം ഇതായിട്ട് മറ്റേ ഇവിടെ നായരമ്പലല്ലേ, അവിടേക്ക് ധനീഷിൻ്റെ ഒരു സമ്മാന പദ്ധതി പ്രകാരം ഒരു വാട്ടർ പ്യൂരിഫയർ ഒരു കൊച്ചിറാണി ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വീട്ടിലേക്ക് ഞങ്ങൾ ഈ സാധനം കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മറ്റേ വൈപ്പിംഗ് റോഡിൻ്റെ സൈഡിൽ വണ്ടി ഇട്ടിട്ട് പിന്നെ അവരെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയ്ക്ക് വീതിയില്ല. ഒരാളും ഇത്രയ്ക്ക് കൂടിയും വീതി കിട്ടും. അത്രയ്ക്ക് ദൂരം ഇങ്ങനെ ഇങ്ങനെ നടന്ന് പോയിട്ട് വേണം അവർ വീട്ടിലേക്ക് എത്താനായിട്ട്. രണ്ട് സൈഡും ഇത്രയ്ക്ക് ഉയരത്തിലുള്ള മതിലാണ്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടിയിട്ട് അവർ വീട്ടിലേക്ക് എത്തണമെന്ന് അറിയും. അവർ വീട്ടിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് ഒരാൾക്ക് വയ്യാണ്ടായി ഒരു ഓട്ടോറിക്ഷ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ആളെ എടുത്തുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചാലും കാര്യമില്ല. ആളുകൾ കയ്യിൽ എടുത്ത് കൊണ്ട് നടന്നിട്ട് വേണം അവരെ അവിടേക്ക് എത്തിക്കാനായിട്ട്, ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റൊടത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ സ്വർഗ്ഗമാണ്. അപ്പോൾ പൈസ ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടി സഹായിക്കുന്ന കാരണം നമ്മൾ ഇങ്ങനെ വഴി ശരിയാക്കണമെന്ന് മാത്രം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. കോവക്കായ ക്ഷമിക്കേണ്ട നമ്മളോട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ നശിപ്പിക്കുകയാണ് ഞാൻ. കത്തിരുത്തോണ്ടല്ലേ നല്ലത് ഇതാവുള്ളൂ, കത്തിരുത്തോണ്ടല്ലേ. നമ്മുടെ കൂർക്കകളൊക്കെ അടിപൊളിയിട്ടാണ്, കൂർക്കകളൊക്കെ സൂപ്പറായിട്ടുണ്ട്, ആരും മോശക്കാരായിട്ടില്ല. കോവക്കായ പിന്നെ ഏത് കാട്ടിലും മേട്ടിലൊക്കെ കൂളായിട്ടുണ്ടാവും. ഒരു വളങ്ങളൊന്നും അധികം വേണ്ട, കുറച്ച് ചാണം മതി. അങ്ങനെ ഒരു 3 കൊല്ലത്തെ ഇതിന് ശേഷം ഇവനെ നമ്മൾ മാറ്റുന്നു. അവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് വഴിയിലാണ്ട് പോകട്ടെ. വേളത്തെ ചില ചെത്തികൾ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെത്തിനെ ആൾ പറക്കാൻ വെച്ചിട്ടില്ല. നമുക്ക് അവിടെ കുഴിച്ചിടാം. അടിപൊളിയായിട്ട് നല്ല പൂവുണ്ടാവുന്ന സാധനമാണ്. ഈ വലിയ ഇതിനൊന്നും പറക്കുന്നില്ല, ഇതൊക്കെ മോരടിച്ച് സാധനങ്ങൾ കുഴിച്ചിട്ടുണ്ടാവും. എന്നാലും വേണ്ട, ഇവിടെ ഇരിക്കട്ടെ, പിന്നെ കുഴിച്ചിടാം. അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാം. ഇനി ഇഷ്ടികളാണ്, ഇതൊരു 5-6 ഇഷ്ടികളുണ്ട്. ഇവറ്റങ്ങളെ മണ്ണൊന്ന് പോട്ടെ, മഴ കൊണ്ടിട്ടേ മണ്ണ് പോണവരിന്ന് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വല്ല എവിടെയെങ്കിലും എടുത്ത് വയ്ക്കാം, ആവശ്യം തരില്ല. അതിന് 10-40 രൂപ വിലയുണ്ട് ഈ സാധനത്തിന്. മധുര പണം നിലയിൽ ബാക്കി വന്നതാ. അപ്പോൾ നമ്മുടെ പൊക്ലിൻ എന്നല്ല JCB, ചെറിയ JCB അത് ഇങ്ങോട്ട് എത്തി. ഇനി ഇവിടെ വെടുപ്പാക്കലാണ് പണി. കപ്പ് ചവറുകളാണ് കൂടുതൽ. ഒരു കുറ്റി വയ്ക്കുന്ന ഒരു പൈപ്പ് പോയിട്ടുണ്ട്. അതിൽ ചേർക്കണം. നോക്കിയതേ കണ്ട ഇത് മനസ്സിലായി. ഇതിലിപ്പോൾ ഒരു പൈപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വല്ലാണ്ട് ചേർക്കണ്ട. ഒരു മിനിറ്റ്, അത്ര മതി. നമ്മളിപ്പോൾ ഈ റോഡ് ഇതൊക്കെ മനുഷ്യന്മാരെ വെച്ച് പണിയാണെങ്കിൽ എന്തായിരിക്കും, എന്തോരം പണി ചെയ്യണല്ലേ. ഇത് നോക്കിയാൽ നിസ്സാരമായിട്ട് സാധനം വലിച്ചു എടുപ്പാക്കി കഴിക്കുക. യന്ത്രത്തിൻ്റെ ഓരോ ഇതുകൾ. നമ്മളവിടെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സത്യൻ, ഒരു വലിയ മനുഷ്യൻ. ആളാണ് നമ്മുടെ ഈ റോഡ് പണി ഏറ്റെടുത്തിരുന്ന ആൾ. ആളെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അല്ലി ചേച്ചിയില്ലേ, മറ്റത്തുള്ള അല്ലി ചേച്ചി നമുക്ക് പാചകങ്ങളൊക്കെ പറഞ്ഞ ആളുടെ വീടിൻ്റെ അടുത്താണ്. പറക്കാട്. വലിയ മനുഷ്യൻ തന്നെ, ഭയങ്കര സൈസാണ് കേട്ടോ. പിന്നെ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്? 25 കൊല്ലമായിട്ട് ഇങ്ങനത്തെ വഴികളൊക്കെ, റിസോർട്ടുകൾ, അത് ഇതൊക്കെ. അതെ റിസോർട്ടുകൾ അടുത്ത റിസോർട്ട് ചെയ്തു. ആണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ എങ്ങനെയാ പരിചയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സനീഷാണ്. സനീഷില്ലേ നമുക്ക് വീടിൻ്റെ മറ്റേ ഈ കടപ്പയും ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരം ഭംഗിയാക്കിയില്ലേ സനീഷ്. ഗാർഡനിങ്
സനീഷ് പറഞ്ഞു തന്നിട്ടാണ് സത്യൻ്റെ നമ്പർ നമുക്ക് അയച്ചു തന്നത്. ഇനി ഇവർ എത്ര ഭംഗിയായിട്ട് ഇടുന്നുള്ളത് കാണാം, നമ്മൾ മുഴുവൻ കാണിക്കും. അപ്പോൾ നമുക്ക് എന്നോട്ട് ഇട്ട് തുടങ്ങാം. അടുത്ത ബുധനാഴ്ച തൊട്ട് അടുത്ത ബുധനാഴ്ച തൊട്ടിട്ടാണ് ഇത്. ഇപ്പം നിരപ്പാക്കി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച തൊട്ട് പണി തുടങ്ങും, സ്റ്റാർട്ടിങ് തുടങ്ങും. അങ്ങനെ നമ്മുടെ പൊക്കിളിൻ്റെ പണി അവിടെ നിന്ന് തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ നിന്നുള്ളത് ഇപ്പോഴാണ് ഈ റോഡിൻ്റെ വീതി നമ്മൾ മനസ്സിലാകുന്നത്. എന്തൊരു വീതിയാണ് ഇതിപ്പോൾ! കാടും പടലൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന സ്ഥലം ഇങ്ങനെയാക്കി. നമ്മളവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ, വെള്ളക്കെട്ട് കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. ഇവർക്ക് അത്ര വലിയ ഇതില്ലേ. ആകെപ്പാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് പറിക്കലാണ്. വേര് പറിച്ചപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇളകി. ഇനിയിപ്പോൾ അത് കെട്ടണം. അത് കെട്ടാനായിട്ട് മറ്റേ പണിക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടി കൊടുക്കണം. പിന്നെ ഇത് ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലൊരു മാവ് ഉണ്ടായിരുന്നു, ചെറിയൊരു മാവ്. അത് പറിച്ചു. അത് പറിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തടസ്സമാണ്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിയ നമ്മുടെ ഇത് ഇവരുന്ന് കുത്തി ഇളക്കി കേട്ടോ. നമ്മളൊരു വീഡിയോയിൽ ഇത് ആക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പറിച്ച് അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇവർക്ക് കട്ട അങ്ങോട്ട് നീക്കിയിടാൻ പറ്റില്ല. നല്ല വീതിയുള്ള റോഡാവിട്ടത്, നല്ല വീതിയുള്ള റോഡായി. അപ്പോൾ അവിടെ വരെ ഇതൊക്കെ എങ്ങനെ കിടന്ന സ്ഥലമാണ്, കാടും പടലും പിടിച്ച്. ഇനിയിപ്പോൾ ഇത് പണി തുടങ്ങണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ബുധനാഴ്ചയാണ് ഒരു പണി തുടങ്ങുക. അതുവരെ ഒന്ന് ഉറയ്ക്കാനും മഴ കൊണ്ടിട്ടൊന്നും സെറ്റൊക്കെ ആവാനും തോന്നുന്നുണ്ട്, അറിയില്ല. അങ്ങനെയായിരിക്കും ചിലപ്പോൾ. ഇവിടെ നമ്മുടെ ഈ കറുപ്പയ്യണ്ണൻ വന്നിട്ട് പുല്ല് വരിക്കുന്ന സ്ഥലമാണ്. അത് ഇപ്പോൾ ഇങ്ങനെയാക്കി ഇവിടെ വരെ ഇത്രയ്ക്ക് വരെയാണ് നമ്മുടെ വഴി. അപ്പോൾ ഇനി നമ്മളവിടെ സൂപ്പർ വഴിയായിട്ട് വഴിയായിട്ടില്ല, ഇനി വഴിയുടെ പണിയിൽ കാണാം അടുത്ത ബുധനാഴ്ച മുതൽ കേട്ടോ. അപ്പോൾ അടിപൊളി.